ഇലവിഴ പൂഞ്ചിറയിലെത്തിയ ശേഷം മുകളിലേക്ക് പോയത് ജീപ്പിലായിരുന്നു കേട്ടോ. ജീപ്പ് ട്രക്കിംഗ് അടിപൊളിയായിരുന്നു. ട്രക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം കേട്ടോ ഫ്രണ്ട്സ്. ആദ്യം ഞങ്ങൾ പോയത് മുനിയറ കേവിലേക്കായിരുന്നു. മുനികൾ താമസിച്ചിരുന്ന ഗുഹകളാണിത് എന്നാണ് ആദ്യകാലത്ത് കരുതിയിരുന്നത്. എന്നാൽ അതല്ല സത്യം. ദേഹങ്ങൾ സംസ്കരിച്ചു കഴിഞ്ഞ് അതിൻ്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഗുഹകളാണ് മുനിയറ ഗുഹകൾ. മുട്ടിനടുത്ത് വരെ നല്ല ചെളിവെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഗുഹയിൽ നല്ല ഇരുട്ടുമായിരുന്നു. ഫോണിൻ്റെ ടോർച്ച് അടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. കുത്തനുള്ള പാറകളിലാണ് വഴി. നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്ലിപ്പാവും. മുളങ്കാടുകളുടെ ഉള്ളിലൂടെയായിരുന്നു വഴി. മുളകൾ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അതിൽ പിടിച്ചിട്ടാണ് ഞാൻ കയറിയത്. ഞങ്ങളുടെ ജീപ്പ് ഓടിച്ച അങ്കിളിൻ്റെ പേര് രാജേഷ് എന്നാണ്. ആ അങ്കിൾ അവിടെ തന്നെയാണ് താമസം. പിന്നെ ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് പോയി. അവിടെയാണ് ശരിക്കുള്ള ഇലവിഴ പൂഞ്ചിറ. ഒരു വലിയ കുളമാണ്. ഞങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരില പോലും ചിറയ്ക്ക് വീഴില്ലത്രേ. അങ്ങനെയാണ് ആ കുളത്തിന് ഇലവിഴ പൂഞ്ചിറ തടാകം എന്ന് പേര് വന്നത്. ജീപ്പിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ മോളിക്ക് നടന്നു പോകണം. അപ്പം മുകളിലെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഫ്രണ്ട്സ്. ബൈ.